ഒരു അൽഹംദു ചൊല്ലിട്ടായെങ്കിൽ അതിക്കുള്ള മഹത്വം എന്തിന്? എപ്പോഴും അൽഹംദുലില്ലാണ്ട് ചൊല്ലിട്ടായെങ്കിൽ ഒരുത്തരെ നിഅമത്ത് ബാക്കിയാവുന്നു ഏറ്റവും വലിയ കാരണം അതായിട്ടിക്കോ ചൊല്ലിട്ടായിട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. നബി തങ്ങൾ ചൊല്ലുന്നു മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ മിൻ നിഅമത്തിൻ സ്വഗീറത്തിൻ ഔ കബീറ. ഒരാൾക്ക് അല്ലാഹു തആല ചെറിയ നിഅമത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ വലിയ നിഅമത്ത് കൊടുക്കട്ടെ, ചെറിയ സമ്പത്ത് കൊടുക്കട്ടെ അല്ലെ വലിയ സമ്പത്ത് കൊടുക്കട്ടെ, എന്തെങ്കിലും അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ടായെങ്കിൽ അതിന്റെ കാരണത്തിൽ അവൻ നടപ്പാക്കി അൽഹംദുലില്ലാണ്ട് ചൊല്ലിണ്ടായെങ്കിൽ ഇല്ല ഉഅ്തിയ ഖൈറൻ മിമ്മാ ഉഖിദ്, അതിനേക്കാൾ ഖൈറായത് അള്ളാഹു യാറെ ഇനിയും കൊടുക്കൂ ചൊല്ലിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളിട്ടിക്ക് പഠിപ്പാട്ട്. ഏതൊരു ചെറിയ നിഅമത്താവട്ടെ വലിയ നിഅമത്താവട്ടെ മനസ്സിലെപ്പോഴും അൽഹംദുലില്ലാ 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 തന്നിക്ക് വലിയ ശുക്റാക്കി കൊടുത്ത് ജീവിക്കാനാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു അതിനേക്കാണ് യാറെ കൊടുക്കുറാ ചൊല്ലിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിട്ട്. നിങ്ങൾ നോക്കൊരു മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമോ എപ്പോഴും ദുആർക്കൊരു ദുആ ഉണ്ട്. പടച്ച റബ്ബേ നക്ക് നീ 4 വസ്തു തരണു, 4 വസ്തുത്തൊപ്പം തന്നെ നീ സലാമത്താക്കുന്നുണ്ട്. എപ്പോഴും ദാവൂദ് നബി അലൈഹി സ്വലാം ദുആർക്കൊരു ദുആ ഇട്ടിക്കരുത്. പടച്ച റബ്ബേ നക്ക് നീ 4 വസ്തു നീ തരണു, 4 വസ്തുത്തൊപ്പം തന്നെ നീ കാക്കോണു ചൊന്നിട്ടായിട്ട് ദുആർക്കിട്. ഒന്ന് ലിസാനൻ ദാക്കിറ, പടച്ച റബ്ബേ നല്ല നാവ്, നിന്റെ ദിക്ർ ചൊല്ലുന്ന നാവ് നക്ക് നീ തരണം. എപ്പോഴും നിനക്ക് ദിക്ർ ചൊന്നോണ്ടിരിക്കണം. ആരെ ഗൈബത്ത് ചൊല്ലുത്തീറ, കളവ് ചൊല്ലണ ഡോങ്കിയും ഫസാദുമാക്കണ വിടക്ക് ചൊല്ലണ ഇങ്ങനത്തെ നാവ് വേണ്ട. ദിക്ർ ചൊല്ലുന്ന നാവ് നക്ക് നീ തരണം. ഒന്ന്. രണ്ടാമത്തെ ചൊല്ല് ഖൽബൻ ഷാക്കിറൻ, അല്ലാഹുവേ ശുക്റുള്ള ഖൽബ്, നീ എന്ത് ചെറിയ നിഅമത്ത് തരട്ടെ വലിയ നിഅമത്ത് തരട്ടെ എപ്പോഴും അൽഹംദുലില്ലാ 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 ചൊല്ലിട്ടു ആ ശുക്റുള്ള ഖൽബുണ്ടല്ലേ അത് നീ എനിക്ക് തരണോ ചൊല്ലിട്ടു ദുആർക്കിട്. മൂന്നാമത്തത് വബദനൻ അലൽ ബലാഇ സ്വാബിറ, പടച്ച റബ്ബേ എന്ത് കഷ്ടപറമ്പത്തും സ്വബറെടുക്കുമ്പോഴത്തെ താക്കത്തനക്ക് നീ തരണം. എത്രേ കഷ്ടമുണ്ട്, അത് ഔത്ത സമസ്യയായിട്ടിക്കൂ, എലങ്ങമുത്തങ്ങമാരെ സമസ്യയായിട്ടിക്കൂ, അല്ലണ്ടെങ്കിൽ ആ സമ്പത്ര സമസ്യയായിട്ടിക്കൂ, ബിസിനസ്സിലെ സമസ്യയായിട്ടിക്കൂ, എന്ത് സമസ്യ പറമ്പത്തുക സ്വബറെടുക്കുമ്പോഴത്തെതിരെ മുസീബത്ത് പറമ്പത്തുകയും സ്വബറെടുക്കുമ്പോഴത്തെ ആ ഒരു ശക്തി ആ ഒരു തടിനക്ക് നീ തരണം ചൊന്നിട്ടായിട്ട് മൂന്നാമത്തെ ദുആ. നാലാമത്തെ ദുആ പടച്ച റബ്ബേ വസൗജതൻ തുഈനുനി അലാ അംറിൽ ആഖിറ, തന്റെ ആഖിറത്തെ കാര്യത്തെ വേണ്ടിയിട്ട് സഹായിക്കരെ നല്ല പെഞ്ഞായും തരണം. വെറും പെഞ്ഞായിമാര് ദുനിയാവ് വേണ്ടിയിട്ട് മാത്രം ഹോറാട്ടാക്കട പെഞ്ഞായിമാരുണ്ട്, അതല്ല. ദാവൂദ് നബി അലൈഹി സ്വലാം ചൊല്ലി തന്റെ ആഖിറത്തെ കാര്യ അത് വിജയത്തിന് വേണ്ടിയിട്ട് തന്റെ കോമ്പൗണ്ട് ഐക്ക് വേണ്ടിയിട്ട് സഹായിക്കരെ തന്റെ ഇതൊക്കെ നല്ല പെഞ്ഞായിട്ട് തരണം ചൊന്നിട്ടായിട്ടിക്കര്. ഇങ്ങനെ 4 വിഷയം എപ്പോഴും കേക്കോ ചൊന്നിട്ടായിട്ടിക്കര്, 4 വിഷയം. എന്നിട്ടാ ദാവൂദ് നബി അലൈഹി സ്വലാം പടച്ച റബ്ബേ 4 വസ്തു തൊട്ട് തന്നെ നീ കാക്കോണ് ചൊന്നിട്ട് ദ്വാരക്കൂ. അതിൽ ഒന്ന് മിമ്മാലിൻ യകൂനു വബാലൻ അലയ്യ, പടച്ച റബ്ബേ നക്ക് എതിരായിട്ട് വേണ്ട സമ്പത്ത് നക്ക് നീ തരണ്ട. നിന്റെ സമ്പത്തെ നക്ക് എതിരായിട്ട് വരൂ. നിന്റെ സമ്പത്തെ നക്ക് എത്രേ ഹോസ്പിറ്റലിൽ ചൊരിച്ചുണ്ടായെങ്കിലും തീരണില്ല. അങ്ങനത്തെ ഒരവസ്ഥക്ക് അങ്ങനത്തെ സമ്പത്ത് നക്ക് നീ തരണ്ട. എന്നിട്ടാ നാണാക്കി വെച്ച സമ്പത്തിനെ 6 ഗലാട്ടാക്കിട്ട് പോൾടെ ഇങ്ങനത്തെ സമ്പത്തും നക്ക് നീ തരണ്ട. ഇങ്ങനത്തത് വേണ്ട. 6 സുഖെടുക്കരെ 6 അതിൽ എന്തെല്ലാം ആക്കി തീർക്കണേ, ഇങ്ങനത്തെ സമ്പത്ത് തരണ്ട. നിന്റെ സമ്പത്ത് ചെന്നിട്ട് നക്ക് നീ പിന്നെ സമ്പത്ത് തന്നെ ഉണ്ടായെങ്കിലും അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടും പോലത്തെ സമ്പത്ത് നീ തരണു. പുറത്തു നക്ക് എതിരായിട്ട് വേണ്ടേ പോലത്തെ സമ്പത്ത് ഒരിക്കലും നക്ക് നീ തറുതീരാ ചൊന്നിട്ടു. ഒന്നാമത്തെ ദുആ ആര് ദുആർക്കടെ? ദാവൂദ് നബി അലൈഹി സ്വലാം ദുആർക്കടെ. രണ്ടാമത്തെ ദുആ വമിൻ വലദിൻ യകൂനു അലിയ സയ്യിദ, പടച്ച റബ്ബേ നിന്റെ മക്കമേ നിന്റെ യജമാന്മാരായിട്ട് വേണ്ടേ ചൊന്നുണ്ടായെങ്കിൽ അപ്പറെ കാണ പോലെ മോണു അപ്പ ചൊന്ന മോൺ ചൊന്ന പോലെ അപ്പ കേൾക്കണു. ഇങ്ങനത്തെ മക്കളെ നക്ക് നീ തറുതീരാ ചൊന്നിട്ട് ദാവൂദ് നബി അലൈഹി സ്വലാം ദുആർന്നു. ഇന്നത്തെ കാലം അങ്ങനെ ആയിട്ടിക്കരുത്. ഉണ്ട് അപ്പ മോണും പിന്നെ മോൺ അപ്പവും അപ്പ മോണും ഇങ്ങനത്തെ അവസ്ഥ ആയിട്ടിക്കരുത്. പണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാം ദുആർന്നതായിട്ടിക്കരുത്. പടച്ച റബ്ബേ നിന്റെ മക്ക അബ്ബായിട്ട് വേണ്ട അവസ്ഥക്ക് അങ്ങനത്തെ മക്കളെ നക്ക് നീ തറുതീരാ ചൊന്നിട്ടായിട്ടിക്കരുത്. ദാവൂദ് നബി അലൈഹി സ്വലാം ദുആർക്കണേ. എന്നിട്ട് മൂന്നാമത്തെ ദുആ
ومن جار سوء إن رأى خيرا كتما وإن رأى شرا أذاع. ഒരു നിരക്കരുടെ ആൾമാർ നെയ്ബേഴ്സ്, എങ്ങനത്തെ നെയ്ബേഴ്സ് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നാന്റെ നല്ലത് മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ആരുടെ ചെല്ലല, അതിനെ മറച്ചു വെക്കുവാറ്. ആരുടെ ചെല്ലല നല്ലതാക്കിണ്ടെങ്കിൽ പിന്നമ്മ എന്തെങ്കിലും തന്റെ ഒരു തപ്പ് കണ്ടിട്ടെങ്കിലാ ഇടീ എതിരെ നാത്ര ആൾമാർ അങ്ങനത്തെ നിരക്കരുടെ കണക്ക് നീ തറഞ്ഞുറാച്ചിട്ടായിട്ട് കരുതുവാർക്കിടെ. എന്തെങ്കിലും നല്ലാക്കിയത് കണ്ടെങ്കിൽ ഒരാളെട്ടിക്ക് പോയിട്ട് അങ്ങ് ചെല്ലല, അവൻ നല്ലാക്കിയറച്ചൻ ചെല്ലല. പിന്നെ എന്തെങ്കിലും തന്റെ ഭാഗത്തുള്ള തപ്പ് മാത്രം ബന്ധുണ്ടെങ്കിൽ ഇടീ റായനാത്ര ആൾമാർ ഇങ്ങനത്തെ നിരക്കരുടെ നക്ക് നീ തറത്തീരാജ് വന്നിട്ടു. മൂന്നാമത് ദ്വാർക്കിട്. നാലാമത്തെ ദ്വായിട്ട് തിരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാ പടച്ചുറപ്പേ നന്റെ മുടി പൽക്കിടെ ടൈം അവിടേക്ക് മുതലേ മുടി പൽപ്പാട്ടും പോലത്തെ പെഞ്ഞായി മാറിയും നക്ക് നീ തറത്തീരാജ് വന്നിട്ടായിട്ട്. അതിനർത്ഥം തരേ ഇനി തല വെച്ചാക്കിട്ട് തന്നെ പറക്കെട്ട് പാട്ടും പോലത്തെ അങ്ങനത്തെ പെഞ്ഞായിട്ട് തറതീരാജ് വന്നിട്ടായിട്ട് കരുതുവാർക്കിടെ. നന്റെ മുടി പൽക്കിടെ ടൈമിൽ കൊണ്ടു ആ മുടി പൽക്കിടെ ടൈമിൽ കാണാൻ എന്താക്കടെ ഓല കാരണത്തിലായിട്ട് ആ മുടി പൽക്കിടെ ഇങ്ങനത്തെ പെഞ്ഞായി മാറിയും തറതീരാജ് വന്നിട്ടു. ഇങ്ങനെ 4 വിഷയത്തിൽ തൊട്ട് പടച്ചിറപ്പിട്ട് എപ്പോഴും കാവൽ കേക്കോ ചെന്നിട്ടായിട്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം ഇമാമിനെ എടുത്തുദ്ധരിക്കാറ്. അപ്പൊ ആയതുകൊണ്ടിട്ട് അയച്ചുള്ള ഒരു വിഷയം ചെന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും പടച്ചിറപ്പ് ശുക്രുള്ള കൽബ് നക്ക് നീ തരണം. എപ്പോഴും അൽഹംദുലില്ലാ 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 ചൊല്ലെ ആ ഒരു നല്ല കൽബ് നക്ക് നീ തരണം ചെന്നിട്ടായിട്ട് ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ തുറന്നുകൊണ്ടിട്ട് ചെന്നിട്ടായിട്ട് നമുക്കൊരു ഒരു അൻസ്വാരിയായ മദീനത്തെ 2 സ്വഹാബിക ഒട്ടിಗೆ ഇങ്ങനെ കണ്ടാറ്, ഒട്ടിಗೆ ഇങ്ങനെ മീറ്റായാറ്. അങ്ങനെ കൂട്ടത്തില് നബിതങ്ങും ദൂരം ഉണ്ടു. അപ്പ ഒരാള് പിന്നൊരാളിട്ടേക്ക് എടുത്ത് എങ്ങനെയുള്ള റാത്തുള്ള റാത്തൊന്ന് എടുത്ത് ഒരാള് ഒരു മദീന നിവാസി പിന്നൊരാളിട്ടേക്ക് കേക്കടെ. അപ്പ അയാൾ മീറ്റായ ആൾ ചൊന്തു അൽഹംദുലില്ലാ നല്ല റാഹത്ത് ചൊന്തു. അപ്പ നബിതങ്ങ് ദൂരം നിന്ന് ചൊന്തു ഊരു ഹാക്കഥ എപ്പോഴും നിങ്ങൾ ഇങ്ങനെമേ ചൊല്ലണു ചൊന്തു. എപ്പോഴും നിങ്ങൾ ഇങ്ങനെമേ ചൊല്ലണുണ്ട്. കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്റെ നിഅമത്ത് ധാരാളമായ നിഅമത്തായിട്ട് ആ സീക്കിടങ്ങി ഇങ്ങനെ പാടിയിട്ട് പോകണ്ടല്ല ഉല്ലൈക്ക് അൽഹംദുലില്ലാ ചൊന്ന് നടക്കണു ചൊന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മദീന നിവാസിനായിട്ട് ചൊത്തു ചൊന്നിട്ടായിട്ട്. എന്നിട്ട് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഹുബൈൽ റളിയല്ലാഹു അൻഹു ചൊല്ലേ ഒരാള് പിണറാലെ കാണുമ്പോ സലാം ചൊല്ലാറ്. സലാം ചൊന്നിട്ട് എന്തിനു കേക്കടേ എങ്ങനെയുള്ള ചെന്ന് കേക്കടാറ്. കേൾക്കുമ്പോത്തുക അപ്പ പിന്നൊരുത്ത എതിരെ ചൊന്ന അൽഹംദുലില്ലാ ചൊന്നിട്ടുണ്ടെങ്കിൽ അപ്പ കൊണ്ട് ഇടത്തെ ഭാഗത്തുള്ള മലക്കേക്കടോള കൈപ്പ തക്തുഹ വലത്തെ ഭാഗത്ത് മലക്കരട്ടിക എന്തിന് എഴുതാറ് ചെന്ന് കേട്ടോളാം. എന്തിനു നിങ്ങൾ എഴുതാറുണ്ട്. അപ്പ ഈ വലത്തെ മലക്ക് ചൊല്ലോള അക്തുബൂമിനൽ ഹാമിദീൻ എപ്പോഴും അള്ളാഹുടെ സ്തുതിക്കുന്ന ആള് ചൊന്നിട്ടു നാന് അവന്റെ ലിസ്റ്റിൽ എന്ത് വയ്ക്കുക ചൊന്നിട്ടായിട്ട് വലത്തെ സൈഡിലെ മലക്ക് ചൊല്ലു ചൊന്നിട്ടായിട്ട്. കാരണം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്തുതിക്കുന്ന ആൾമാർക്ക് എപ്പോഴും അൽഹംദുലില്ലാ 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 ചൊല്ല ആൾമാർക്ക് ആഖിറത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് ചൊന്നിട്ടായിട്ട്. അല്ലാഹു ചൊല്ല ലിയഖ്മിൽ ഹമ്മാദൂൻ ചൊമ്മ ഹംദു ചൊന്ന ആൾമാർ ചൊമ്മ അൽഹംദുലില്ലാ ചൊന്ന ആൾമാർ അങ്ങ വരട്ട് വേഗം അങ്ങ വരട്ട് അങ്ങ നന്നിട്ട് തിരിച്ചുള്ള ആൾമാരായിട്ട് ഇരിക്കാണ് അങ്ങ വേഗം വരട്ട് ചൊന്നിട്ടു ചൊമ്മ അൽഹംദുലില്ലാ 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 ചൊല്ല ആൾമാർ അള്ളാഹു വേഗം സ്വർഗത്ത് കടന്നു ചൊന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിട്ടിക പഠിപ്പാട്ടു. അപ്പൊ ആയതുകൊണ്ടിട്ടു എപ്പോഴും അൽഹംദുലില്ലാ 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 ചൊല്ലത് യാറാക്കണോ ചൊന്നിട്ടായിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടു. ഇങ്ങനെ നോക്കോറു ഈ ശുക്ർ ചൊല്ലത് ഞങ്ങൾക്ക് അള്ളാഹു ആക്കടെ ആ ഒരു പിന്നെ ആ ശുക്ർ ആ അൽഹംദുലില്ലാ ചൊല്ലത് ഇത് 3 ടൈപ്പിലുണ്ട്. ഒന്ന് കൽബ് കൊണ്ടിട്ടുണ്ട്, അതേപോലെ നാവ് കൊണ്ടിട്ടും ശുക്രാക്കണം, അതേപോലെ വേറെ ഞങ്ങൾ എല്ലാ പാർട്സ് കൊണ്ടിട്ടും ശുക്രാക്കണം ചൊന്നിട്ടായിട്ട് ഇമാം ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുണ്ട്. അപ്പൊ എങ്ങനെ കൽബ് കൊണ്ട് ശുക്ർ എങ്ങനെ കൽബ് കൊണ്ട് ശുക്ർ എങ്ങനെ ചൊന്നിട്ടുണ്ടെങ്കിൽ അയ്യഅലമ അന്ന നിഅമത കുല്ലഹാ മിനല്ലാഹ് അല്ലാഹു ഈ നണ്ടിട്ട് കൊല്ല നിഅമത്ത് എല്ലാം പടച്ചിറപ്പെടുത്തു ചൊന്ന് വിചാരിക്കണം ചൊന്നിട്ടായിട്ട്. എന്ത് സമ്പത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതെല്ലാം റബ്ബെടുത്തു ചൊന്ന് വിചാരിക്കണം. ഇത് അള്ളാഹു നിങ്ങൾ കൽബ് കൊണ്ടാക്കട്ടെ ശുക്ർ ചൊന്നിട്ടായിട്ട്. ഇത് ഞാൻ അധ്വാനിച്ചിട്ടാക്കിയത് തന്റെ അപ്പടെ സമ്പത്ത് പാരമ്പര്യമുള്ള സമ്പത്ത് ഇതല്ല. ഖുർആൻ ചൊന്നങ്ങനായിട്ട് നിന്റെ പൊട്ടുള്ള എന്ത് സമ്പത്തിനെങ്കിൽ മക്കൾ കേട്ട് അല്ലെങ്കിൽ നിന്റെ ആസ്തി കേട്ട് എന്തിനെങ്കിലും എപ്പോഴും നിന്റെ മനസ്സിൽ വേണു എന്തിനെ ഇതെല്ലാം പടച്ചിറപ്പെടുതായിട്ട് നണ്ടതെന്തോ അല്ല. ನಾನು ಬರಬತ್ತು ಗೊಂಬಂದಿಟ್ಲೆ
പോകുമ്പത്ത് കൊമ്പോണ് പോയില്ല. ഇതെല്ലാം പടച്ചിറപ്പെടുത്തു ചെന്നിട്ടുള്ളേ ഈ നിയമത്ത് ഇത് നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. ഇതിന്റെ കൽബ് കൊണ്ടുള്ള ശുക്രു ചെന്നിട്ടായിട്ട് മഹാനായ ഇമാമിങ്ങ പഠിപ്പാട്ടാറ്. രണ്ടാമത്തേത് നാവ് കൊണ്ടിട്ടുള്ള ശുക്രബേന്ന് ചെന്നിട്ടായിട്ട് നാവ് കൊണ്ടിട്ടുള്ള ശുക്ർ എങ്ങനെ ചെന്നിട്ടായെങ്കിൽ എപ്പോഴും അള്ളാഹുടെ നിഅമത്തിനെ എടുത്തു ചൊല്ലണോ ചെന്നിട്ടായിട്ട് നിഅമത്തിനെ എടുത്തു കാട്ടണോ, നിഅമത്തിനെ എടുത്തു ചൊല്ലണോ ചെന്നിട്ടായിട്ട് നിങ്ങൾ നോക്കോരോ മഹാനായ ഇമാമിങ്ങ അങ്ങനെ കിതാബിലു വ്യക്തമായിട്ടും പഠിപ്പാട്ടൊരു വിഷയമുണ്ട്. എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ അബൂ ഹനീഫ് ഇമാമോ എപ്പോഴും നല്ല ഡ്രസ് ഇടും, നല്ല ഡ്രസ്സായിട്ട് അബൂ ഹനീഫ് ഇമാം ഇട്ട്. അങ്ങനെ ഒരു നാൾ അബൂ ഹനീഫ് ഇമാം ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് വന്ന് തെച്ചത് വെറും ഒരു നാത്ത ഡ്രസ് ഇട്ടുണ്ടായിട്ട് ഇങ്ങനെ വന്നിച്ചത്. ഡ്രസ്സായെങ്കിൽ വെറും നാത്ത ഡ്രസ്, വെറും ലോ ക്ലാസ്സിലെ ഡ്രസ്സായിട്ട് ഇട്ടിട്ട് ഒരു സ്റ്റുഡന്റ് വന്നിച്ചത്. അബൂ ഹനീഫ് ഇമാമുക്ക് ഭയങ്കര നൊമ്പലൈത്ത്, അറിയും നൊമ്പലൈത്ത് ഇയാളെ ഡ്രസ്സ് കാണാൻ പറ്റുമോ. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടായാലും പിന്നെ മഹാനായ അബൂ ഹനീഫ് ഇമാമുടെ ക്ലാസ് ഇങ്ങനെ ആൾമാരെല്ലാരും പോയിട്ടാമത്ത് ഇയലട്ടി ചൊന്തു തെല്ല് ജസ്റ്റ് നിക്കോറ് ചൊന്തു ഇങ്ങനെ തെല്ല് ദൈക്കോറ് ചൊന്തു. അങ്ങനെ എല്ലാരും പോയാൽ പിന്നെ മെല്ലെ മുട്ട പിരിച്ചിട്ട് അപ്പൊ മുട്ട പിരിച്ചിട്ട് അവിടെ ആരും ഇല്ല, വേറെ ആരും ഇല്ല, എല്ലാരും ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ടാറ്. അബൂ ഹനീഫ് ഇമാമും പിന്നെ ആ സ്റ്റുഡന്റ് മാത്രമില്ലേ. അപ്പൊ എന്നിട്ട് അബൂ ഹനീഫ് ഇമാം ചൊന്തു ഇർഫൈൽ മുസല്ല സജ്ജാദ, മോനെ നന്റെ കുട്ടികളുടെ ഈ മുസല്ലുണ്ടല്ലേ ഇതെല്ലാം ഉദ്ദാക്ക് ചൊന്തു, ഞാൻ തെച്ച് ഈ മുസല്ലയുടെ ഉദ്ദാക്ക്. എന്നിട്ടാ ഇതിലടിയില് പിന്നെ കുറെ പൈസ ഉണ്ട്, അത് എടി ചൊന്തു. അങ്ങനെ ആ മനുഷ്യൻ എന്താക്കിയ, ആ സ്റ്റുഡന്റ് എന്താക്കിയ മുസല്ലയുടെ ഉദ്ദാക്കിട്ടാൻ പറ്റുക നോക്കുമ്പോഴത്തേക്കു 1000 ദിർഹമുണ്ട്, 1000 ദിർഹം അതിലിന്ത്. അപ്പൊ അബൂ ഹനീഫ് ഇമാം ചൊന്തു മോനെ ഈ 1000 ദിർഹം കൊമ്പോയിട്ട് ഇപ്പമേ നല്ല ഡ്രസ് എടുക്കണോ ചൊന്തു, നല്ല ഡ്രസ് എടുക്കണോ, എനിങ്ങനെ കാണോ തീരാ, എനിങ്ങനെ നാത്ത ഡ്രസ് ഇട്ടിട്ട് കാണോ തീരാണ്ട്. അപ്പൊ ഇയാൾ ചൊന്നു വന്നിണ്ടാ അബൂ ഹനീഫ് ഇമാം ഇനി മൂസിർ നക്കെന്ത് പൈസ കുറഞ്ഞില്ല ചൊന്തു, നക്ക് പൈസ ഒന്നും കുറഞ്ഞില്ല അബൂ ഹനീഫ് ഇമാം. അപ്പൊ വൈനി പീനി അമ്മ നക്ക് നല്ല നിയമത്തുണ്ട് ഒലൈസ അഖ്താജുലയ്യ ഡ്രസ് എടുക്കണമെങ്കിൽ പൈസ ഗത്തിയിട്ടൊന്നും നക്കില്ല അബൂ ഹനീഫ് ഇമാമിന്റെ ടികയിൽ ചൊന്തു. അപ്പൊ അബൂ ഹനീഫ് ഇമാം ചൊന്നേന്ദ്രൻ വന്നിണ്ടാ എന്നിട്ട് ഇത്തരത്തിക്ക് പൈസ നിന്നിട്ട് പോലും നീന് പിന്നെ ഇങ്ങനെ നാത്ത ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് ക്ലാസ്സിൽ നീക്കിനെ മാറ്റൊന്ന് കെടുത്തു, അല്ലെങ്കിൽ നാത്ത ഡ്രസ് ഇട്ടിട്ടായിട്ട് നീ ചുത്തിനെ മാറ്റൊന്ന് കെടുത്തു. അള്ളാഹു നിക്ക് നിഅമത്ത് തരുമ്പോത്തുക ആ നിഅമത്തിനെടുത്ത് കാട്ടണോ ചൊന്നിട്ടായിട്ട് അബൂ ഹനീഫ് ഇമാം ചൊല്ലി ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അഥറ നിഅമതിഹി അലാ അബ്ദിഹി. നബി തങ്ങൾ ചൊന്ന പലക്കത്തെ അയാൾക്ക് ഓർമ്മയാക്കി കൊടുക്കും. അള്ളാഹു മാത്തോർത്തക നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അള്ളാഹുടെ ഇഷ്ടം തിരക്കൊന്നുണ്ട് അതിൽ കാട്ടണോ ചൊന്നിട്ടായിട്ട് ഇത് അഹങ്കാരല്ല, അതിൽ അഹങ്കാരമല്ല. അള്ളാഹു നിയമത്ത് കൊടുത്ത മനുഷ്യ അവൻ എന്താക്കോ തീരാ പറഞ്ഞ ഡ്രസ് ഇട്ട് നടക്കോ തീരാ, പറഞ്ഞ ചെറുപ്പിട്ട് നടക്കറല്ല, നല്ല ഡ്രസ് ഇട്ട് നടക്കണം ചൊന്നിട്ടായിട്ട് അള്ളാഹു ഇഷ്ടാ ചൊന്നിട്ടായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. ആ നബി തങ്ങൾ ചൊന്ന ഹദീസില് ആ സ്റ്റുഡന്റ് ഇട്ട് ചൊല്ലു ഇനി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് കാണോ തീരാ, നിനക്ക് നല്ല പൈസ കൊണ്ടു ഒന്നും അള്ളാഹു നിനക്ക് കൊറടിയാക്കിയിട്ടില്ലാണ്ടാകുമ്പോഴത്തേക്കും അള്ളാഹു നന്ദിയാക്കൊണ്ട് അങ്ങനെ ചൊന്നിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിനെടുത്ത് കാട്ടണോ ചൊന്നിട്ടായിട്ട് അബൂ ഹനീഫ് ഇമാം ചൊത്തു ചൊന്നിട്ടായിട്ട് ഇമാം ഇങ്ങനെ കിതാബിലെടുത്ത് ഉദ്ധരിക്കാറ്. അപ്പൊ ആയത് കൊണ്ടിട്ടു ആ അള്ളാഹു തന്നെ നിഅമത്തിനെ ഞങ്ങ പിന്നെ എടുത്തു ചൊല്ലത് അത് അള്ളാഹു കാക്കടെ ശുക്ർ ഭാഗ ചൊന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളിട്ടിക്ക് പഠിപ്പാട്ടിക്കും. അതേപോലെ പിന്നൊരു വിഷയം തിരിച്ചുണ്ടായെങ്കിൽ അതേപോലെ എല്ലാ സന്ദർഭത്തിലും എങ്ങനത്തെ കഷ്ടപറമ്പത്തും അപ്പോഴും നാവുൽ ബർണായ പലക്ക അൽഹംദുലില്ലാഹ് ചൊന്നിട്ടായിട്ടിക്കണം. എപ്പോഴും എങ്ങനത്തെ കഷ്ടപറമ്പത്തും നാവുൽ എന്താക്കണോ അതിലെല്ലാം കഷ്ടത്തെ കടിച്ചു പിടിച്ചിട്ട് നാവുൽ അൽഹംദുലില്ലാഹ് ചൊന്നിട്ടായിട്ട് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അതിൽ ഒരു സീക്ക് വന്നിട്ട് സുബ്ഹാനല്ലാഹ് ആ സീക്കിനെ ഇങ്ങനെ ടെസ്റ്റ് ആക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതൊരു ക്യാൻസർ പോലത്തെ സീക്കായിട്ടിക്കത്. ഡോക്ടർമാർ അയാളെ കാലിനെ മുരിച്ചിട്ടെടുക്കണം ചെന്നാറ്. ലാസ്റ്റ് നിവൃത്തി ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് അയാളെ കാലിനെ ടോട്ടലി കട്ടാക്കൂടെ അവസ്ഥക്ക് വന്നത്. ആരും ഉറുവത്ത് സുബൈർ സാധാരണ ആളെന്തോ അല്ല, താബീങ്ങളിൽ ഏറ്റവും വലിയ നേതാവായിട്ടിക്കര് ഉറുവത്ത് സുബൈർ ചെന്നുണ്ടായെങ്കിൽ താബീങ്ങളിൽ വിട്ട ആളായിട്ടിക്കര്, സ്വഹാബത്തിനെ കണ്ട ആളായിട്ടിക്കര്. അങ്ങനെ ഒരു കാൽ കട്ടാക്കിട്ട് അണ്ടത്തെ ജാവും കട്ടാക്കിട്ട് ഒരു നാളുമായിട്ടില്ല. സുബ്ഹാനല്ലാഹ് അണ്ടത്തെ ജാവിയായിട്ടിക്കര് അണ്ടത്തെ അതേ നാളിലായിട്ടിക്കര് അയാളിലെ മക്കളില് ഒരു മോനും നല്ല തിർസത്തെ ഒരു മോനും മേലെ കീർ പോന്നിട്ടു അണ്ടത്തെ ജാവി മരിച്ചു പോന്നു. അണ്ടത്തെ ജാവി മരിക്കരുത്.
അങ്ങനെ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അയച്ചൊരു പലക്കൊണ്ടു ഇത്ര ಕಷ್ಟ ಒಂದು ಕಾಲ್ ಕಟ್ಟಾಕೆ ಟೈಮು ഒരു മനുഷ്യകായിട്ടിക്ക് അവന്റെ ഒരു പാർട്സ് ഇല്ലാണ്ടാമത്തുകൊല്ല നമ്പൽ അത് ചെറിയത്തെ നമ്പലെന്തോ അല്ല. അതേപോലെ അതിന്റെ മക്കൾ ഏറ്റവും പിരിസപ്പെട്ട ഒരു മോനും ആ മോനും മേലെ കീഴ് പോന്നിട്ട് ഇങ്ങനെ മരിക്കൊടുത്തു. ആ ടൈമിൽ ദ്വാർക്കട എന്തിനു വന്നിട്ടുണ്ട്, പടച്ചറബേ അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചറബേ നിക്കായിട്ടിരിക്കുന്ന സർവസ്തുതിയും അൽഹംദുലില്ലാ റബ്ബേ അൽഹംദുലില്ലാ. ഇതിലൊന്നും നാണെന്തായിട്ടില്ല, ബേജാറില്ല റബ്ബെ നക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാനു സബഅതൻ മിനൽ വലദ്, അള്ളാഹുവേ നക്ക് നീ 7 മക്കളെ തന്നിര, 1 2 7 മക്കളെ നീ തന്നിര. ആയെങ്കിൽ അതിലെന്താക്കിയ നീ ചൊന്നെങ്കിൽ ഒന്നൊരു നീ എടുക്കല്ല 6 ബാക്കിയാക്കിയല്ല റബ്ബെ നിക്ക് ശുദ്ധിയായിട്ടിരിക്കും. ഞങ്ങൾ എന്തിന് ഞങ്ങൾക്ക് ഇവിടെ ബാക്കിയിലേക്ക് ഞങ്ങൾ ശുക്രല്ല പോയേക്കായിട്ടിരിക്കരുത്, ഞങ്ങൾ അള്ളാഹോട് ആക്ഷേപിക്കരുത്. എടുത്തു പോയേക്കായിട്ടിരിക്കരുത്, ഞങ്ങൾ അള്ളാഹോട് ആക്ഷേപിക്കരുത്. ഈ മഹാനായ ഉറൂത്തുബ്നു സുബൈർ അല്ലാഹു ചൊല്ലി പടച്ചറബേ നക്ക് നീ 7 മക്കളെ തന്നിര, ആയില്ല ഒന്നിനല്ലേ നീ എടുത്തു പോയിട്ട് 6 തന്നിട്ട് കൊണ്ടുറപ്പേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ചൊല്ലും. എന്നിട്ട് ചൊല്ലേ പടച്ചറബേ നക്ക് നീ 2 കൈയും 2 കാലും ഇത്തരത്തോളം നീ തന്നിര, 2 കൈയും നക്ക് നീ 2 കാലം തന്നിര, അത് ഒരു കാലല്ലേ എടുത്ത പോയിട്ട് അൽഹംദുലില്ലാ ലക്കൽ ഹംദു യാ അല്ലാഹ്. അല്ലാഹുവേ നിക്ക് സ്തുതിയായിട്ടിരിക്കും റഹ്മാനെ, ഇത്ര നീ തന്നിരല്ലേ. ഇനി 3 ആയിക്കൊണ്ടല്ലേ, ഒരു കൈയും 2 കൈ പിന്നെ 2 കൈയും ഒരു കാല് ബാക്കി ഉണ്ടല്ലേ, ലക്കൽ ഹംദു യാ അല്ലാഹ്. എന്നിട്ട് ചൊല്ലേ വലഇൻ കുൻത ഖദ അഖൽത ഖദ അബ്ഖൈത, പടച്ചറബേ നീ എടുത്തതാ അത് നീ ബാക്കിയാക്കിയ പോലെ അതിലൊന്നും നിന്നെ ആക്ഷേപിക്കണമെങ്കില്ല, എല്ലാത്തിലും നിക്ക് അൽഹംദുലില്ലാ ചൊന്നിട്ടായിട്ടിരിക്കരുത്. മഹാനായ ഉറൂത്തുബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചൊന്നൊരു സംഭവ ഇമാമിങ്ങൾ കിതാബിൽ എടുത്തുദ്ധരിക്കാറ്. അപ്പൊ ടോട്ടലി നാ ചൊന്നിട്ട് വന്ന വിഷയം ചൊന്നിട്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു ഏതൊരു നിങ്ങൾ കഷ്ടപറമ്പത്തും ഏതൊരു സുഖം ഉണ്ടായെങ്കിലും ആ സന്ദർഭത്തിൽ നാവുൽ ബർനായ പലക്ക അൽഹംദുലില്ലാ ചൊല്ലത് മാത്രമായിട്ടിരിക്കുക. അൽഹംദുലില്ലാ ഒരിക്കലും ഒരാളുടെ മുന്നിലും നിനക്ക് കഷ്ടപ്പാട്ടുള്ള അള്ളാഹു തന്ന നിഅമത്തിനെ എപ്പോഴും നീ ഓർമ്മയാക്കേണ്ടിക്കോന്ന് ചൊന്നിട്ടായിട്ടിരിക്കുക. മുണ്ടെങ്ങനെ ജയിക്കാൻ പറ്റുക അപ്പൊ നിങ്ങൾ ഓർമ്മയാക്കാൻ വയ്യോ അള്ളാഹു തന്ന നിഅമത്ത് തരാം, നക്ക് തന്ന ആരോഗ്യ, നക്ക് തന്ന ആഫിയത്ത്, അതേപോലെ നക്ക് തന്ന മക്കങ്ങ, നക്ക് തന്ന പെഞ്ഞായിമാർ, ഉമ്മ അപ്പമാർ, ഇതെല്ലാം ഓർമ്മയാക്കിയിട്ട് അപ്പപ്പ നീ അൽഹംദുലില്ലാ ചൊന്നുണ്ടായെങ്കിൽ തന്നതിൽ അള്ളാഹു വലിയ ബർക്കത്ത് തണ്ടാ ചൊന്നിട്ടായിട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നരെ അള്ളാഹു ധാരാളം ഹംദ് ചൊല്ലെ ആൾമാരെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ